ഹായ് മക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഹൈസ്കൂൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള യു പി ക്ലാസ്സുകളിൽ അല്ലെ, ഹൈസ്കൂളിലുള്ള യു പി ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് കുറച്ച് മുമ്പ് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുമ്പ് അവർക്ക് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷം നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ അല്ലെ, ക്വസ്റ്റ്യൻസ് ഒക്കെ ഏത് രീതിയിലാണ് വരിക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും നിങ്ങൾക്ക് തന്നിട്ടുള്ള നോട്ട്സും ഒക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പോവുക. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഫുൾ ആയിട്ട് നന്നായിട്ടൊന്ന് വായിക്കുക അല്ലെ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. എന്നിട്ട് ഈസി ആയിട്ടുള്ളത് ആദ്യം ആദ്യം എഴുതാൻ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയത് അവസാനം എഴുതുക. എന്നിട്ട് അതെന്താണ് ഒന്നുകൂടി പിന്നെ അതിനെക്കുറിച്ച് ഒന്നുകൂടി ആലോചിച്ച് ഉത്തരം എഴുതുക കേട്ടോ. അപ്പോൾ സിമ്പിൾ ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ച് മനസ്സിലാക്കിയവർക്ക് എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഇതിൽ ടീച്ചർ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് ക്വസ്റ്റ്യന് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി സർക്കർമി ഏക്ക്. ഓക്കെ, അവിടെ നമുക്കൊരു ഗീത തന്നിട്ടുണ്ട്, ഒരു പാട്ട് തന്നിട്ടുണ്ട്. ആ പാട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ നോക്കാം, നമുക്ക് ആ പാട്ടൊന്ന് വായിച്ച് നോക്കാം അല്ലെ. നയി സൈക്കിൾ ദേക്കുക അർജുൻ ഗാനേ ലഗ. നയി സൈക്കിൾ ദേക്കുക, നയി സൈക്കിൾ എന്ന് പറഞ്ഞാൽ പുതിയ സൈക്കിൾ കണ്ടിട്ട് അർജുൻ ഗാനേ ലഗ, അർജുൻ പാട്ട് പാടാൻ തുടങ്ങി. എന്താണ് പാട്ട് പാടുന്നത് അർജുന്? ദേക്കോ ദേക്കോ സൈക്കിൾ മേരി അല്ലെ, നോക്കൂ നോക്കൂ സൈക്കിൾ മേരി, എന്റെ സൈക്കിൾ. കിത്തിനി അച്ചി, എത്ര നല്ലതാണ് സൈക്കിൾ മേരി. ഹേ ദോ പഹിയോ വാലി സൈക്കിൾ, ഹേ ദോ പഹിയോ വാലി സൈക്കിൾ. പഹിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? പഹിയോ എന്ന് പറഞ്ഞാല് ചക്രം. പഹിയോ എന്ന് പറഞ്ഞാൽ ചക്രം അല്ലെ. പഹിയോ വാലി, ചക്രങ്ങളുള്ള സൈക്കിൾ അല്ലെ. ദോ പഹിയോ വാലി, രണ്ട് ചക്രങ്ങളുള്ള സൈക്കിൾ. ഹേ അല്ലെ, രണ്ട് ചക്രങ്ങളുള്ള ദോ പഹിയോ വാലി സൈക്കിൾ ഹേ അല്ലെ, രണ്ട് ചക്രങ്ങളുള്ള സൈക്കിൾ ആകുന്നു എന്റെ സൈക്കിൾ. പ്യാരി പ്യാരി ന്യാരി സൈക്കിൾ, എനിക്ക് പ്രിയപ്പെട്ട എന്റെ സൈക്കിൾ. ഉസ്കോ അച്ഛാ ഏക്ക് ഹേ ആൻറ്റി അല്ലെ, ഉസ്കോ അതിനെന്ത് എന്ത് അച്ഛ നല്ല, ഏക്ക് ഹേ ഒരു ഹാൻഡിൽ അല്ലെ. ഈ എന്റെ സൈക്കിളിന് എന്തുണ്ട്? ഒരു നല്ല ഹാൻഡിൽ ഉണ്ട്. ദെൻ അടുത്ത വരി എന്താണ്? നീച്ചെ ഉസ്കെ അല്ലെ, നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ, ഉസ്കെ അതിന്റെ, ദോഹേം രണ്ട് അല്ലെ, ദോ എന്ന് പറഞ്ഞാൽ രണ്ട്, ദോഹേം അല്ലെ രണ്ടെണ്ണം ഉണ്ട്, പെഡൽ അല്ലെ രണ്ട് പെഡൽ ഉണ്ട്. നമ്മുടെ സൈക്കിളിന് ചവിട്ടാനുള്ള രണ്ട് പെഡൽ ഉണ്ടാവും അല്ലെ, അതുപോലെ നമ്മൾ അർജുന്റെ സൈക്കിളിനും ഉണ്ട്. നീച്ചെ ഉസ്കെ ദോഹേ പെഡൽ അല്ലെ, എന്റെ സൈക്കിളിന് എന്തുണ്ട്? ആ ചവിട്ടാനുള്ള രണ്ട് പെഡലുകൾ ഉണ്ട്. ഡ്രിൻ ഡ്രിൻ കർത്തി അല്ലെ, ഡ്രിൻ ഡ്രിൻ കർത്തി മേരി സൈക്കിൾ, എന്റെ സൈക്കിൾ ഡ്രിൻ ഡ്രിൻ എന്ന് പറഞ്ഞിട്ട് ബെല്ലടിക്കും. കിത്തിനി പ്യാരി മേരി സൈക്കിൾ അല്ലെ, എത്ര നല്ല സൈക്കിളാണ് എന്റേത്. അപ്പൊ ഇതുപോലത്തെ ഒരു പാട്ട് നമ്മുടെ പുസ്തകത്തിലുണ്ട്. അപ്പൊ നമുക്ക് സിമ്പിൾ ആക്കി മനസ്സിലാക്കാൻ പറ്റിയ ഒരു പാട്ടാണല്ലേ ഇത്. അപ്പോൾ ഇതിന് എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. അപ്പൊ ഒന്നാമത്തെ അല്ലെ, എന്താണ്? ബച്ചോ ഗീത് ഹോർസെ പഠിയെന്നാണ്. കുട്ടികൾ നമ്മുടെ ഗീത പാട്ട് ശ്രദ്ധിച്ച് വായിക്കാനാ പറഞ്ഞത്. അതിനുശേഷം ഒന്നാമത്തെ ചോദ്യം വരുന്നത് സൈക്കിൾ കിൽ ആവാസ് കേസി ഹേ. സൈക്കിൾ കി സൈക്കിളിന്റെ, സൈക്കിൾ കി സൈക്കിളിന്റെ ആവാസ് അല്ലെ, ആവാസ് എന്ന് പറഞ്ഞാൽ എന്താ? സൗണ്ട്. കൈസി ഹേ, കൈസി എന്ന് പറഞ്ഞാൽ ചോദ്യത്തിന്റെ ചോദ്യവാക്കാണ് അല്ലെ. എന്താണത്? കൈസി എന്ന് പറഞ്ഞാല് ക്വസ്റ്റ്യൻ വേർഡ് ആണ്. എങ്ങനെ അല്ലെ, എങ്ങനെ എങ്ങനെയാകുന്നു, സൈക്കിളിന്റെ സൗണ്ട് എങ്ങനെയാകുന്നു അല്ലെ. സൈക്കിളിന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഓണടിയാണ് അല്ലെ, ബെല്ലടിയാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ചുക് ചുക്, ഡ്രിൻ ഡ്രിൻ, പോം പോം, സുൻ സുൻ, ഇതിലേതാന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. ഡ്രിൻ ഡ്രിൻ അല്ലെ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, ബച്ചോ കുട്ടികളെ, സൈക്കിൾ കെ ബാരേമേ, സൈക്കിളിനെ കുറിച്ച് ആപ് ക്യാ ജാൻതേ ഹേ, നിങ്ങൾക്ക് എന്താ അറിയാം അല്ലെ. സൈക്കിൾ കെ ബാരേമേ ആപ് ക്യാ ജാൻതേ ഹേ, നിങ്ങൾക്ക് ക്യാ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? ജാൻതേ ഹേ എന്താണ് അറിയാം. ഗീത് പഠിക്കർ അല്ലെ, പാട്ട് വായിച്ചിട്ട് സൈക്കിൾ കെ ബാരേമേ, സൈക്കിളിനെ കുറിച്ച് നോട്ട് തയ്യാർ കീജിയെ, നോട്ട് എഴുതാനാ പറഞ്ഞത് അല്ലെ. അപ്പൊ സൈക്കിളിനെ കുറിച്ച് നോട്ട് എഴുതാനാ പറഞ്ഞത്. അപ്പൊ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ പാട്ട് തന്നെ ഉണ്ട്. അതിനുള്ള എല്ലാ സെന്റൻസുകളും ഉണ്ടാക്കാനുള്ള എല്ലാ സൂചനകളും ഈ പാട്ട് തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് സെന്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് ആ പാട്ടിന്റെ വരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈക്കിളിനെ കുറിച്ച് 3-4 സെന്റൻസ് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ അത് ഉണ്ടാക്കാന്നുള്ളത് കേട്ടോ. എങ്ങനെയാണ് നമുക്ക് ഈ പാട്ടിൽ നിന്നും സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പൊ നമുക്ക് സൈക്കിളിനെ കുറിച്ചാണ് എഴുതാനുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഹെഡിങ് കൊടുക്കണം അല്ലെ. എന്ത് കൊടുക്കാം? സൈക്കിൾ അല്ലെങ്കിൽ മേരി സൈക്കിൾ എന്ന് ഹെഡിങ് കൊടുക്കാം അല്ലെ. മേരി സൈക്കിൾ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സൈക്കിളിന്റെ ചിത്രമൊക്കെ വരക്കാം, കളർ ചെയ്യാം അല്ലെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റ് ഒന്നും കൂടി കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാ? നിങ്ങൾ ഹെഡിങ് കൊടുക്കുക, മേരി സൈക്കിൾ എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ടോ ആ ഏ മേരി സൈക്കിൾ ഹേ എന്ന് എഴുതാം അല്ലെ, ഇത് എന്റെ സൈക്കിൾ ആകുന്നു. എങ്ങനെ എഴുതാ? യഹ് യഹ് മേരി സൈക്കിൾ ഹേ. യഹ് നിങ്ങൾക്ക് അറിയാം എഴുതാന്, യഹ് അല്ലെ. ഏ മേരി എന്ന് ഇവിടെ തന്നിട്ടുണ്ട്, സൈക്കിൾ എന്ന് ഇവിടെ തന്നിട്ടുണ്ട്, ഹേ എന്ന് ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ സിമ്പിൾ ആയിട്ട് എഴുതിക്കൂടെ? യഹ് എന്ന് മാത്രമേ നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ ഇവിടെ. യഹ് മേരി സൈക്കിൾ ഹേ, ഇത് എന്റെ സൈക്കിൾ ആകുന്നു.
ഇനി എന്ത് ചെയ്താ എന്റെ സൈക്കിൾ നല്ല സൈക്കിളാണ് അല്ലെ. അപ്പൊ എന്റെ സൈക്കിൾ എന്നുള്ളതിന് ഇവിടെ തന്നെ തന്നിട്ടുണ്ട് എന്ത് മേരി സൈക്കിൾ അല്ലെ. മേരി സൈക്കിൾ എന്റെ സൈക്കിൾ അച്ചി നല്ലത് നല്ലതാണ് അല്ലെ. എന്റെ സൈക്കിള് നല്ലതാണ്. ഇനി എന്ത് ചെയ്താ എന്റെ സൈക്കിളിന് 2 ചക്രങ്ങൾ ഉണ്ട് എന്ന് എഴുതാം. എന്ത് ചെയ്താ എന്റെ സൈക്കിൾ എന്നുള്ളതിന് എന്താണ് മേരി സൈക്കിൾ കോ അല്ലെ. എന്റെ സൈക്കിളിന് ദോ പഹിയോം അല്ലെ. ദോ പഹിയോം 2 ചക്രങ്ങൾ 2 ചക്രങ്ങളുണ്ട്. അപ്പൊ എത്ര സെന്റൻസ് ആയി 3 സെന്റൻസ് ആയി അല്ലെ. മേരെ സൈക്കിൾ കോ ദോ പഹിയോം 2 ചക്രങ്ങൾ ഉണ്ട് അല്ലെ. അപ്പൊ 3 സെന്റൻസ് ആയി. നമുക്ക് 4 സെന്റൻസ് ഉണ്ടാക്കേണ്ടതുള്ളൂ. അപ്പൊ ഇനി ഒരു സെന്റൻസ് കൂടി നോക്കാം. അടുത്ത എന്താണ് അടുത്ത മേരി സൈക്കിൾ കോ എന്റെ സൈക്കിളിന് അല്ലെ. അച്ഛ ഏക്ക് അല്ലെ. എന്റെ സൈക്കിളിന് മേരി സൈക്കിൾ കോ മേരി സൈക്കിൾ എന്ന് ഇവിടെ ഉണ്ട്. മേരി സൈക്കിൾ കോ ഏക്ക് അച്ഛ അച്ഛ ഏക്ക് എന്നുള്ളതിന് പകരം നമുക്ക് എന്തെടുക്കാം ഒരു നല്ല അല്ലെ. അല്ലെങ്കിൽ നല്ല ഒരു 2 പറഞ്ഞാലും ഓക്കെയാണ്. അപ്പൊ ഒന്നും കൂടി നല്ലത് നമ്മൾ സെന്റൻസ് ഒക്കെ ഗദ്യ രൂപത്തിൽ ഇത് നമ്മുടെ പദ്യരൂപമാണ്. പദ്യരൂപത്തെ നമ്മൾ ഗദ്യ രൂപത്തിൽ ആക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം ഏക്ക് അച്ഛ എന്നാണ് നല്ലത് കേട്ടോ. ആദ്യം ഏക്ക് കൊടുക്കുക എന്നിട്ട് അച്ഛ കൊടുക്കുക അല്ലെ. മേരി 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 സൈക്കിൾ കോ എന്റെ സൈക്കിളിന് ഏക്ക് അച്ഛ ഒരു നല്ല ഹാൻഡിൽ ഒരു നല്ല ഹാൻഡിൽ ഉണ്ട് അല്ലെ. എന്റെ സൈക്കിളിന് നല്ലൊരു ഹാൻഡിൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മേരി സൈക്കിൾ കോ ദോ ദോ പെഡൽ 2 പെഡലുകൾ ഉണ്ട് അല്ലെ. എന്റെ സൈക്കിളിന് ദോ പെഡൽ 2 പെഡലുകൾ ഉണ്ട് അല്ലെ. അല്ലെങ്കിൽ നീച്ചെ നീച്ചെ എന്ന് കൊടുക്കാം. മേരെ സൈക്കിൾ കോ നീച്ചെ ദോ പെഡൽ അല്ലെ. അങ്ങനെ കൊടുക്കാം. പിന്നെ മേരെ സൈക്കിൾ ഡ്രിൻ ഡ്രിൻ കർത്തി കർത്തി അല്ലെ. മേരി സൈക്കിൾ കി ആവാസ് ഒന്നാമത്തെ നമ്മൾ ആ ചോദ്യം ഉണ്ടല്ലോ സൈക്കിൾ കി ആവാസ് കൈസി എന്നുള്ള മേരി സൈക്കിൾ കി ആവാസ് അതിൽ തന്നെ എടുത്ത് എഴുതാം. ആ ചോദ്യത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എടുത്ത് എഴുതാം. ഇവിടെ കണ്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് എല്ലായിടത്തും നമുക്ക് ആൻസറിനുള്ള ഒരുപാട് സൂചനകൾ കിട്ടും. അതൊക്കെ നമ്മൾ ഉപയോഗിക്കണം അല്ലെ. അപ്പൊ ഇവിടുന്ന് എന്തിട്ടും മേരി സൈക്കിൾ കി ആവാസ് ഡ്രിൻ ഡ്രിൻ എഴുതാം. മേരി സൈക്കിൾ കി ആവാസ് ഡ്രിൻ ഡ്രിൻ എന്ന് എഴുതാം. നമ്മളൊരു 5-6 സെന്റൻസ് ഉണ്ടാക്കി അത് ഒന്നുകൂടി ഒന്ന് നമുക്ക് റിവൈസ് ചെയ്ത് പറഞ്ഞു നോക്കാം കേട്ടോ. നോക്കാം. അപ്പൊ ടീച്ചർ കൂടെ നിങ്ങളും പറഞ്ഞു നോക്കണം കേട്ടോ. ഒന്നാമത്തെ നമ്മൾ എന്ത് എഴുതിയത് മേരി സൈക്കിളിന് ഹെഡിങ് കൊടുത്തു. മേരി സൈക്കിളിന് ഹെഡിങ് കൊടുത്തിട്ട് പിന്നെ യഹ് സൈക്കിൾ അല്ലെ. യഹ് മേരി സൈക്കിൾ എഴുതാം അല്ല. അപ്പൊ യഹ് മാത്രമേ നമുക്ക് അവിടെ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമുള്ളൂ. യഹ് മേരി സൈക്കിൾ ഇതെന്റെ സൈക്കിൾ ആകുന്നു. മേരി സൈക്കിൾ എന്റെ സൈക്കിൾ അച്ചി എന്റെ സൈക്കിൾ നല്ലതാണ് എഴുതാ. ഇനി അടുത്തത് മേരി സൈക്കിൾ കോ ദോ ദോ പഹിയോ എന്റെ സൈക്കിളിന് എന്തുണ്ട് ദോ പഹിയോം 2 ചക്രങ്ങളുണ്ട്. പിന്നെയോ മേരെ സൈക്കിൾ കോ മേരി സൈക്കിൾ കോ ഏക്ക് അച്ഛ ഒരു നല്ല ഹാൻഡിൽ ഒരു നല്ല ഹാൻഡിൽ ഉണ്ട്. പിന്നെന്താ നമ്മൾ എഴുതിയത് മേരി സൈക്കിൾ കോ നീച്ചെ ദോ പെഡൽ അല്ലെ. എന്റെ സൈക്കിളിന് നീച്ചെ താഴെ എന്തുണ്ട് ദോ പെഡൽ 2 പെഡലുകളുണ്ട്. ഇനി എന്റെ സൈക്കിളിന്റെ സൗണ്ട് ഡ്രിൻ ഡ്രിൻ എന്നാണ് എങ്ങനെ പറയാം. അവിടെ നമ്മൾ ഒന്നാമത്തെ ചോദ്യം എടുത്തു അല്ലെ. ആ ചോദ്യത്തെ നമ്മൾ സെന്റൻസ് ആക്കി മാറ്റി. മേരി സൈക്കിൾ അല്ലെ. മേരി നമ്മുടെ ചേർത്ത് കൊടുക്കുക. മേരി സൈക്കിൾ കി ആവാസ് ഡ്രിൻ ഡ്രിൻ അല്ലെ. മേരി സൈക്കിൾ കി ആവാസ് ഡ്രിൻ ഡ്രിൻ എന്ന് ചേർത്ത് കൊടുത്താൽ നമുക്ക് 4-5 സെന്റൻസ് ഒക്കെ ഉണ്ടാക്കാം. അപ്പൊ എല്ലാവരും നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടാൽ അതിന്ന് എങ്ങനെ നമുക്ക് പിന്നെ സെന്റൻസ് ഉണ്ടാക്കാന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സെന്റൻസ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ഇനി ഇതിൽ തന്നെ നമുക്ക് അപ്പൊ ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ പ്രവർത്തനം കേട്ടോ. ഈ ഒന്നാമത്തെ സൈക്കിളിന്റെ ആവാസ് എന്താണെന്നാ ചോദിച്ചത്. അപ്പൊ നമ്മൾ അതിന് ഡ്രിൻ ഡ്രിൻ ആൻസർ ചെയ്ത് രണ്ടാമത്തെ സൈക്കിളിനെ കുറിച്ച് എഴുതാൻ നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് നോട്ട് തയ്യാറാക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ സർഗർമി നോക്കാം. സർഗർമി ദോ അല്ലെ. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പൂന്തോട്ടം തന്നിട്ടുണ്ട് അല്ലെ. പൂക്കളും അല്ലെ പൂലും അതുപോലെ തിത്തലിയും ഒക്കെ ഉള്ള പൂലും തിത്തലിയും ഒക്കെ ഉള്ള നല്ല അടിപൊളി ഒരു ബാഹ് അല്ലെങ്കിൽ ബഗീച ഗുൽഷൻ ഒക്കെ പറയാം തന്നിട്ടുണ്ട്. ഒരു പൂന്തോട്ടം തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് ചോദ്യം ഉണ്ടാവുക. നമ്മൾ നോക്കുക ഒന്നാമത്തെ ചോദ്യം എന്താന്നുള്ളത്. ഇതിലെന്താ പറഞ്ഞിട്ടില്ലേ അർജുൻ കാ ബാഹ് ദേക്കിയേ അർജുന്റെ തോട്ടം നോക്കൂ. ഉസ്മേ അതിൽ മുഖ്തലിഫ് രംഗ് ബിരംഗെ പലതരത്തിലുള്ള രംഗ് ബിരംഗെ പല നിറത്തിലുള്ള അല്ലെ പൂക്കളും തിത്തലിയാം എന്താണ് തിത്തലിയാം എന്നാൽ പൂമ്പാറ്റകളുമുണ്ട്. എന്നിട്ട് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ബച്ചോ 4 ഫൂലോം കെ നാം ലിഖിയേ 4 പൂക്കളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പൂക്കളുടെ പേര് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഫൂലോം കി മെഹക് എന്നുള്ള ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് പൂക്കളുടെ പേര് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതൊക്കെ ഉണ്ടായിരുന്നു ചമ്പ, ചമേലി, ജൂഹി, ഗുലാബ്, സൂരജ്മുഖി, അമൽതാസ്, കുടൽ
എന്നൊക്കെ ഇങ്ങനെയുള്ള പൂക്കളുടെ പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. പൂക്കളുടെ പേര്, പച്ചക്കറികളുടെ പേര്, വണ്ടികളുടെ പേര്, പിന്നെ അതുപോലെ നമ്മൾ സൈൻ ബോർഡ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ 4ാമത്തെ യൂണിറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് നോക്കി വെച്ച് പോകണം. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? 4 പൂക്കളുടെ 4 ഫൂലോं के नाम लिखिए. 4 പൂക്കളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം പറഞ്ഞിട്ടുള്ളത് പസന്ദീദ ഏക് ഫൂൽ കെ ബാരെ മേ നോട്ട് ലിഖിए. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പൂവിനെ കുറിച്ച് എന്താണ് സെന്റൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലേ, നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് 4 പൂക്കളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫൂലോं के नाम എന്ന് ഹെഡിങ് കൊടുക്കാം. ഫൂലോं के नाम എന്ന് ഹെഡിങ് കൊടുത്തു. ഫൂലോं के नाम എന്ന് ഹെഡിങ് കൊടുത്തു. എന്നിട്ട് 4 പൂക്കളുടെ പേര് എഴുതാണ്. എന്തൊക്കെയാണ് എഴുതിയത്? ചമ്പ. ചമ്പ പറഞ്ഞാൽ എന്താണ്? ചെമ്പകപ്പൂ. ചമേലി മുല്ലപ്പൂ. ഗുലാബ് റോസാപ്പൂ. സൂരജ്മുഖി. സൂരജ്മുഖി പറഞ്ഞാൽ സൂര്യകാന്തി പൂവ്. ഇനി അതിൽ നമുക്ക് എന്താണ് ഒന്നിനെ കുറിച്ച് നമുക്ക് സെന്റൻസ് എഴുതാം. ടീച്ചർ ഇവിടെ എഴുതിയിട്ടുള്ളത് ഗുലാബിനെ കുറിച്ചാണ് അല്ലെ? ഗുലാബിനെ കുറിച്ചാണ് ഇവിടെ സെന്റൻസ് എഴുതിയിട്ടുള്ളത്. ഇവിടെ കണ്ടോ ഹെഡിങ് കൊടുത്തത് ഗുലാബ് അല്ലെ? ഗുലാബ് എന്ന് ഹെഡിങ് കൊടുത്തു. എന്നിട്ട് ഗുലാബിനെ കുറിച്ച് 4 സെന്റൻസ് എഴുതി. നോക്കാം എന്തൊക്കെ എഴുതിയതെന്ന്. ഗുലാബ് അല്ലെ? റോസാപ്പൂ. ഏക് ഖൂബ്സൂറത്ത് ഖൂബ്സൂറത്ത് ഫൂൽ ഹെ അല്ലെ? ഗുലാബ് ഒരു ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൂവാണ്. അപ്പൊ ഏത് പൂവിനെ കുറിച്ച് എഴുതാണെങ്കിലും പൂക്കളൊക്കെ നല്ല ഭംഗിയുള്ളതാണ് അല്ലെ? ഏത് പൂക്കളെ കുറിച്ച് എഴുതാണെങ്കിലും നമുക്ക് ഈ ഒരു സെന്റൻസ് ഇവിടെ ഗുലാബ് എന്നുള്ള പേര് മാറ്റിയിട്ട് നമുക്ക് വേറെ ഫ്ലവറിന്റെ അപ്പൊ ചമ്പ ഏക് ഖൂബ്സൂറത്ത് ഫൂൽ ഹെ, ചമേലി ഏക് ഖൂബ്സൂറത്ത് ഫൂൽ ഹെ, സൂരജ്മുഖി ഏക് ഖൂബ്സൂറത്ത് ഫൂൽ ഹെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ സെന്റൻസ് മാറ്റി കൊടുക്കാം അല്ലെ? അപ്പോൾ ഈ ഒരു സെന്റൻസ് പഠിച്ചാൽ നമുക്ക് എവിടെയും ഉപയോഗിക്കാം എന്നുള്ളതാണ്. അടുത്തത് ഗുലാബുക്കോ ഗുലാബുക്കോ റോസിന് അച്ചി ഖുഷ്ബു ഹെ, നല്ല സ്മെല്ലാണ് അല്ലെ? ഗുലാബുക്കോ അച്ചി ഖുഷ്ബു ഹെ, ഗുലാബിന് എന്താണ്? നല്ല സ്മെല്ലാണ്. ഖുഷ്ബു പറഞ്ഞാൽ എന്താണ്? സ്മെല്ല്, വാസന അല്ലെ? അപ്പൊ നല്ല സ്മെല്ലാണ്. അപ്പോൾ ഈ സെന്റൻസ് ആണെങ്കിൽ നമുക്ക് ചമ്പക്കും ചമേലിക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സെന്റൻസ് ആണ് അല്ലെ? അവിടെ ഗുലാബുക്കോ എന്നുള്ളത് ചമ്പക്കോ അച്ചി ഖുഷ്ബു ഹെ, ചമേലിക്കോ അച്ചി ഖുഷ്ബു ഹെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം അല്ലെ? അപ്പൊ അടുത്ത സെന്റൻസ് എന്താണ്? ഗുലാബ് കാ രംഗ്. അടുത്ത സെന്റൻസ് വന്നത് ഗുലാബ് കാ രംഗ് അല്ലെ? റോസിന്റെ നിറം. രംഗ് എന്ന് പറഞ്ഞാൽ നിറം. ലാൽ ഹെ, ചുവപ്പാണ് അല്ലെ? പല നിറത്തിലുള്ള ഗുലാബ് ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ സെന്റൻസ് ആക്കാൻ വേണ്ടി കോമൺ ആയിട്ട് നമ്മൾ റോസ് എന്ന് പറയുമ്പോൾ നമുക്കത് ചുവപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളത് അല്ലെ? അപ്പൊ ഗുലാബ് കാ രംഗ് ലാൽ ഹെ, ഗുലാബിന്റെ റോസിന്റെ നിറം എന്താണ്? ലാലാണ്, ചുവപ്പാണ്. അപ്പൊ നമുക്കിവിടെ നമ്മള് ചമേലിന്റെ ഒക്കെ എഴുതുമ്പോൾ എന്ത് എഴുതാം? ഇവിടെ സഫേദ് ഹേ എന്ന് എഴുതാം. ലാലിലോട്ട് സഫേദ് ഹേ എന്ന് എഴുതാം അല്ലെ? ചുവപ്പിലോട്ട് വെള്ളയാണ് എന്നൊക്കെ എഴുതാം. ഓക്കെ. അപ്പൊ അടുത്തത് മേരി പസന്ദീദ ഫൂൽ ഗുലാബ് ഹെ, എന്റെ ഇഷ്ടപ്പെട്ട ഫൂൽ എന്താണ്? ഗുലാബാണ്. മേരി പസന്ദീദ ഫൂൽ ഗുലാബ് ഹെ, എനിക്ക് ഇഷ്ടപ്പെട്ട പൂവ് ഗുലാബാണ് എന്നും ലാസ്റ്റത്തെ സെന്റൻസ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ ഏത് ഫ്ലവർ ആണെങ്കിലും നമുക്ക് ഇതേ സെന്റൻസ് എഴുതി കൊടുക്കാം അല്ലെ? അപ്പൊ ടീച്ചർ പറഞ്ഞതൊക്കെ എന്താണ്? എല്ലാ പൂക്കൾക്കും യോജിച്ചതായിട്ടുള്ള സെന്റൻസുകളാണ് അല്ലെ? ഇപ്പൊ ഗുലാബ് കാ രംഗ് ലാൽ ഹെ എന്നുള്ളിടത്ത് ആ നിറം ഒന്ന് പൂക്കൾക്കനുസരിച്ച് ഇപ്പൊ സൂരജ്മുഖി കാ രംഗ് പീലാ ഹെ, സൂരജ്മുഖിന്റെ കളർ എന്താണ്? മഞ്ഞയാകുന്നു എന്നൊക്കെയുള്ള അങ്ങനെ ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ മതി കേട്ടോ. അപ്പൊ ഓക്കെ. പ്രവർത്തനത്തിൽ ഫൂലോं के नाम എഴുതി. എന്നിട്ട് 4 പൂക്കളുടെ പേര് എഴുതി. ചമ്പ, ചമേലി, ഗുലാബ്, സൂരജ്മുഖി. 4 പൂക്കളുടെ പേര് എഴുതി. അതിൽ ഗുലാബിനെ കുറിച്ച് റോസിനെ കുറിച്ച് നമ്മൾ സെന്റൻസ് എഴുതി അല്ലെ? എന്തൊക്കെ സെന്റൻസ് എഴുതിയത്? ഗുലാബ് ഏക് ഖൂബ്സൂറത്ത് ഫൂൽ ഹെ, ഗുലാബ് ഒരു നല്ല പൂവാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൂവാണ്. അടുത്തത് ഗുലാബ് കോ അച്ചി ഖുഷ്ബു ഹെ, ഗുലാബിന് നല്ല സ്മെല്ലാണ്. ഗുലാബ് കാ രംഗ് ലാൽ ഹെ, ഗുലാബിന്റെ നിറം ചുവപ്പാണ്. മേരി പസന്ദീദ ഫൂൽ, എനിക്ക് ഇഷ്ടപ്പെട്ട പൂവ് ഗുലാബാകുന്നു. അപ്പൊ ഇത്രയാണ് നമ്മൾ അതിനെ കുറിച്ച് എഴുതിയത്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അപ്പൊ നമുക്ക് ഇനി സർഗർമി 3 നോക്കാം അല്ലെ? നമുക്ക് പ്രവർത്തനം 3 നോക്കാം. അപ്പൊ 3 നമുക്കൊന്ന് ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്താണ്? സ്കൂൾ കെ എക്കോ ക്ലബ്ബ്, സ്കൂളിലെ എക്കോ ക്ലബ്ബ് കി തറഫ് അല്ലെ? എക്കോ ക്ലബ്ബ് മുഖേന അർജുന് അമ്രൂദ് കാ ഏക് പൗധ മില. എന്താ അമ്രൂദ് പറഞ്ഞാല്? നമ്മളെ പേരക്കയാണ് അല്ലെ? നമ്മളെ പേരക്കയുടെ ഏക് പൗധ മില, ഒരു ചെടി കിട്ടി. പൗധ ലേക്ക, ആ ചെടിയുമായിട്ട് അവൻ ഗർ ആയ, വീട്ടിലേക്ക് വന്നു. ഉമ്മിക്കോ ദേക്കുക, ഉമ്മാനെ കണ്ടിട്ട് അർജുൻ കാനേലക, അർജുൻ പറയാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ഇത്രയും ആവുമ്പോ തന്നെ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതെന്താണ്? ആ ഒരു പുസ്തകമാണ്. ഇവിടെ നമ്മള് പുസ്തകമാണ്, അർജുനും അമ്മിയും തമ്മിലുള്ള ഒരു പുസ്തകമാണ് നമ്മൾ എഴുതേണ്ടത് അല്ല? അപ്പൊ നമുക്ക് 2 സെന്റൻസും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മള് അർജുൻ എന്താണ്? അർജുൻ വന്നിട്ട് അമ്മിനോട് പറയാണ്. അർജുൻ പറയാണ്, അമ്മി അമ്മി ഏ ദേക്കിയേ, അമ്മ ഇത് നോക്കമ്മ. അപ്പൊ അമ്മി പറഞ്ഞു, ഏ ക്യാ ഹേ ബേട്ടാ, ഇത് എന്താണ് മോനെ എന്ന് ചോദിച്ചു. അപ്പൊ അർജുൻ എന്തോ ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഏ ഏക അമ്രൂദ് കാ
പൗധാ ഹേ, ഇതൊരു അമ്രൂദിന്റെ പൗധയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അമ്രൂദിന്റെ ഒരു ചെടിയാണ്. യഹ് ഇത്, ഏക്ക് ഒരു, അമ്രൂദ് കാ, അമ്രൂദിന്റെ, പൗധാ ഹേ, അമ്രൂദിന്റെ പൗധയാണ്. അപ്പൊ അമ്മി ചോദിച്ചിട്ടും അല്ലെ ഇത് എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഏ കഹാംസ മിലി, ഏ കഹാംസെ മിലി, ഇത് എവിടുന്നാ നിനക്ക് കിട്ടിയതെന്ന് ചോദിച്ചു. യഹ് ഇത്, കഹാംസെ എവിടെ നിന്നാണ്, മിലി അല്ലെ ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കാം അല്ലെ. അപ്പൊ അവന് പറയും സ്കൂൾ കെ എക്കോ ക്ലബ്ബ് കെ തറഫ് മിലി ഹേ, ഇത് സ്കൂളിലെ എക്കോ ക്ലബിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയും അല്ലെ. അപ്പൊ അമ്മി പറയാം ബഹുത് അച്ഛാ അല്ലെ, ഇത് നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ചെറിയ പുസ്തകവും കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം കേട്ടോ. അർജുനും അമ്മയും തമ്മിലുള്ള പുസ്തകമാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പം പുസ്തകവും നെഡിങ് കൊടുത്തു. അർജുൻ, അമ്മി അമ്മി ഏ ദേക്കിയേ, അമ്മി ഇവിടെ നോക്കൂ. അപ്പൊ അമ്മി ഏ ക്യാ ഹേ ബേട്ടാ, ഇത് എന്താണ് മോനെ, ഇത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നാണ് അല്ലെ. ഈ രണ്ട് എക്സ്ചേഞ്ച്, ഈ രണ്ട് അർജുൻ പറയുന്നതും അതുപോലെ അമ്മി പറയുന്നതും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. ഇനി വീണ്ടും അർജുൻ പറയാണ് ഏ അമ്രൂദ് കാ പൗധാ ഹേ, ഇതെന്താണ് അമ്രൂദിന്റെ പൗധയാണ് എന്ന് പറഞ്ഞു. അമ്മി ഏ കഹാംസെ മിലി അല്ലെ, ഏ കഹാംസെ മിലേ, ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു. അപ്പൊ അർജുൻ എന്താ പറഞ്ഞേ, ഇത് സ്കൂളിലെ എക്കോ ക്ലബ് കെ തറഫ് സെ അല്ലെ, എക്കോ ക്ലബിലൂടെ മിലി ഹേ, എക്കോ ക്ലബ് തന്നതാണ് എന്ന് പറഞ്ഞു അല്ലെ. ഈ സെന്റൻസ് എന്തുണ്ട്, ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് അല്ലെ. സ്കൂളിൽ നിന്ന് എക്കോ ക്ലബിൽ നിന്ന് അമ്രൂദിന്റെ പൗധ കൊടുത്തു എന്നുള്ളത്. അപ്പൊ ആ ഒരു സെന്റൻസ് അതുപോലെ എടുത്ത് എഴുതിയാൽ മതി. സ്കൂൾ കെ എക്കോ ക്ലബ് കെ തറഫ് സെ മിലി ഹേ, ഇത് സ്കൂളിലെ എക്കോ ക്ലബിൽ നിന്നും കിട്ടിയതാണ്. അപ്പൊ അമ്മി പറഞ്ഞു യേ ബഹുത് അച്ചി ഹേ, ഇത് നല്ലതാണല്ലോ അല്ലെ. ഇത്ര ചെറിയൊരു പുസ്തകമാണ് നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യം കേട്ടോ. അപ്പൊ ഒന്നുകൂടി നോക്കാം. അർജുൻ പറഞ്ഞു അമ്മി അമ്മി ഏ ദേക്കിയേ, അമ്മി ഇത് നോക്കൂ. അമ്മി ഏ ക്യാ ഹേ ബേട്ടാ, ഇത് എന്താണ് മോനെ. അപ്പൊ അർജുൻ ഏ അമ്രൂദ് കാ പൗധാ ഹേ, ഇത് അമ്രൂദിന്റെ പൗധയാണ്. അപ്പൊ അമ്മി ഏ കഹാംസെ മിലേ, ഇത് എവിടെ നിന്നാ കിട്ടിയത് അല്ലെ. നമ്മൾ ചോദ്യം ചോദിക്കണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം, ക്വസ്റ്റ്യൻ മാർക്കുകൾ കൂടി കൊടുക്കണം കേട്ടോ. അപ്പൊ ഏ കഹാംസെ മിലി, ഇത് എവിടെന്നാ കിട്ടിയത്. അപ്പൊ അർജുൻ പറഞ്ഞു ഇത് സ്കൂളിലെ എക്കോ ക്ലബ് തറഫ് സെ മിലി ഹേ, ഇത് സ്കൂളിലെ എക്കോ ക്ലബിൽ നിന്നും കിട്ടിയതാണ്. അപ്പൊ അമ്മ എന്താ പറഞ്ഞു യേഹ് ബഹുത് അച്ചി ഹേ, ഇത് നല്ലതാണല്ലോ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇത്രയുള്ള ഒരു ചെറിയ പുസ്തകമാണ് നമുക്ക് എഴുതേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അപ്പൊ ഇവിടെ മൂന്നാമത്തെ പ്രവർത്തനത്തിലെ ഒരു ചെറിയ ചോദ്യം കൂടി ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. അർജുന് അമ്രൂദ് കാ പൗധ, അമ്രൂദിന്റെ പൗധ, പേരക്കന്റെ തൈ, കഹാംസെ മില, എവിടെ നിന്നാണ് കിട്ടിയത് അല്ലെ. ഹരിത ക്ലബ്, ഉറുദു ക്ലബ്, എക്കോ ക്ലബ്, സയൻസ് ക്ലബ്, ഏത് ക്ലബിൽ നിന്നാണ് കിട്ടിയത്. നമുക്കറിയാം എക്കോ ക്ലബ് അല്ലെ. എക്കോ ക്ലബിൽ നിന്നാണ് നമ്മുടെ അർജുന് എന്ത് കിട്ടിയത്, നമ്മുടെ അമ്രൂദ് കാ പൗധ മില. അപ്പൊ എത്രയേ ഉള്ളൂ നമ്മുടെ മൂന്നാമത്തെ പ്രവർത്തനം. ഇനി നമുക്ക് നാലാമത്തെ പ്രവർത്തനം നോക്കാം. നാലാമത്തെ പ്രവർത്തനം കണ്ടോ, നമ്മളിവിടെ ഒരു എന്തുണ്ട്, തിരങ്കാ ജെണ്ട ഉണ്ട് അല്ലെ. തിരങ്കണ്ട്, ഒരു മൂവർണ്ണ കൂടി കാണുന്നുണ്ട്. അതിന്റെ താഴെയായിട്ട് അതിനെ കുറിച്ച് കുറച്ച് സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദേക്കിയേ നോക്കൂ, യേ ഹമാരെ കൗമി ജെണ്ട ഹേ, യഹ് ഇത്, അമാര നമ്മുടെ, കൗമി ജെണ്ട എന്നാൽ എന്താണ്, കൗമി ജെണ്ട ദേശീയ പതാക, ഇത് നമ്മുടെ ദേശീയ പതാകയാകുന്നു. ഇസ്മേം ഇതിൽ, തീൻ രംഗ് ഹേ, ഇസ്മേം ഇതിൽ, തീൻ രംഗ് ഹേ, 3 നിറങ്ങളുണ്ട്. ഇസ്ലിയെ അതുകൊണ്ട്, ഇസ്കോ ഇതിനെ, തിരങ്കാ ജെണ്ട കഹത്തെ ഹേ, മൂവർണ്ണ കൊടി. തിരങ്കാ ജെണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്, മൂവർണ്ണ കൊടി, കഹത്തെ ഹേ, മൂവർണ്ണ കൊടി എന്നാണ് പറയുന്നത്. ഊപ്പർ കാ രംഗ് മുകളിലെ നിറം, സഫ്രാനി ഹേ, സഫ്രാനി പറഞ്ഞാൽ കുങ്കുമ കളർ അല്ലെ, സഫ്രോൺ. മുകളിലെ കളർ എന്താണ്, സഫ്രാനി കുങ്കുമ കളറാണ്. ബീച്ച് മേ നടുവിൽ, സഫേദ് വെള്ളയും, ഓർ നീച്ചെ താഴെ, നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ, നീച്ചേക്കാ രംഗ് താഴത്തെ കളറ്, ഹരാഹേ പച്ചയുമാകുന്നു. സഫേദ് രംഗ് വെള്ള കളറ്, സഫേദ് രംഗ് കെ ബീച്ച് അല്ലെ, വെള്ള കളറിന്റെ നടുവിൽ എന്തുണ്ട്, മേം അശോക് ചക്ര ഹേ, അശോക് ചക്രമുണ്ട്. അശോക് ചക്രക്കാ രംഗ്, അശോക് ചക്രത്തിന്റെ കളറ്, നീലാഹേ നീലയാകുന്നു. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് സർഗർമി 5 അല്ലെ, അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം അല്ലെ. അർജുൻ കഹാനി പഠ്നെ ലഗ, അർജുൻ ഒരു കഥ വായിക്കാൻ തുടങ്ങി. നീലു ഓർ ബബ്ലു, നീലുവും ബബ്ലുവും ദോസ്തത്തെ കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം ദോനോ രണ്ടുപേരും, ഷാം എന്ന് പറഞ്ഞാൽ എന്താ, വൈകുന്നേരം, സുബഹ് രാവിലെ, ദോപഹർ ഉച്ച, ഷാം വൈകുന്നേരം, രാത്രി. അപ്പൊ ഷാം വൈകുന്നേരം, സ്കൂളിൽ നിന്നും വാപ്പസ് തിരിച്ച്, ആ രഹത്തെ വരികയായിരുന്നു. ചൂൺ 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 അല്ലെ, ചൂൺ 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 എന്നുള്ളൊരു സൗണ്ട് കേട്ടു. ആരുടെ സൗണ്ടാ, നമുക്ക് നോക്കാരുടെ സൗണ്ടാന്നല്ലേ. ചൂൺ 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 എന്നുള്ള ആരുടെ, കിളിക്കുട്ടിന്റെ സൗണ്ടാ അല്ലെ. ആവാസ് ഉൻകാർ സൗണ്ട് കേട്ടിട്ട്, നീലുവും ബബുലും ഇതർ ഉദർ ജാങ്കിനെ ലഗെ അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാൻ തുടങ്ങി, എവിടെ നിന്നാണ് ഈ സൗണ്ട് വരുന്നതെന്ന് നോക്കാൻ തുടങ്ങി. ദേക്ക കണ്ടു അല്ലെ, ദേക്കാക്ക അവരെന്താ കണ്ടത്, ചോട്ടെ പേട് പർ
ഒരു ചെറിയ മരത്തിലെ ഏക്ക് ഗോൺസ്ല ഹേ, ഒരു കിളിക്കൂടുണ്ട്. ഗോൺസ്ല എന്ന് പറഞ്ഞാൽ എന്താണ്? കിളിക്കൂട് അല്ലെ? ഒരു ചെറിയ മരത്തിൽ എന്തുണ്ട്? ഒരു കിളിക്കൂടുണ്ട്. ഉസ്മേ അതിൽ ദോ രണ്ട് നന്നി ചിരിയാം തീ, രണ്ട് ചെറിയ കിളിക്കുട്ടികളുണ്ടായിരുന്നു. ബച്ചോ ഇവിടെ നമ്മളോട് എന്താണ്? ഇത്രയേ ഉള്ളൂ കഥ കേട്ടോ. അപ്പൊ ഇനി എന്താ ചോദ്യം ചോദിച്ചിട്ടുള്ളത്? കഹാനി ഹോർസെ പഠിയെ, കഥ ശ്രദ്ധിച്ച് വായിച്ച് ഒരു ഉസ്സെ അതിൽ നിന്നും ചാർ സവാല തയ്യാർ കീച്ചിയെ, 4 ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചോദ്യങ്ങൾ ഉണ്ടാക്കാനുള്ള സൂചനകൾ ഇവിടെ തന്നിട്ടുണ്ട്. കോൺ എന്ന് ഉപയോഗിക്കാം. ക്യാ, കോൺ എന്ന് പറഞ്ഞാൽ ആര് അല്ലെ? ക്യാ എന്ത്, കഹാം എവിടെ, കബ് എപ്പോൾ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചോദ്യം ഉണ്ടാക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ കഥ വായിക്കുമ്പോൾ തന്നെ ഇപ്പൊ ബബുലും നീലും ബബുലും ആണ് അല്ലെ? നീലു ഓർ ബബുലു കോൺത്തെ, ഇപ്പൊ രണ്ടുപേരും ആരായിരുന്നു നോക്കാം അല്ലെ? നീലു ഓർ ബബുലു കോൺത്തെ, നീലും ബബുലും ആരായിരുന്നു? ഒരു ചോദ്യം ചോദിച്ചൂടെ? രണ്ടാമത്തെ അപ്പൊ ഈ കഥ അങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചോദ്യം ഉണ്ടാക്കാന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഏക് ദിൻ ദോനോ ശാംകോ സ്കൂൾ വാപ്പസ് ആ രഹേ थे, ഒരു ദിവസം വൈകുന്നേരം ഒരു സ്കൂളിൽ നിന്നും തിരിച്ചു വരായിരുന്നു. അപ്പൊ ആരാ സ്കൂളിൽ നിന്നും തിരിച്ചു വരുന്നത്? നീലും ബബുലു ആണ് അല്ലെ? നീലു ഓർ ബബുലു കബ് സ്കൂൾ സെ വാപ്പസ് ആ രഹേ थे, എപ്പോഴാണ് അല്ല കഹാം സെ വാപ്പസ് ആ രഹേ थे, എവിടെ നിന്ന് തിരിച്ചു വരികയായിരുന്നു അല്ലെ? നീലു ഓർ ബബുലു, നീലു ഓർ ബബുലു ആദ്യം ദോസ്ത് തേ എന്നുള്ളത് നമുക്ക് ഇവിടെ ചോദ്യമാക്കാം. ഈ ദോസ്ത് വെട്ടിയിട്ട് അവിടെ എന്ത് ചേർത്ത് കൊടുക്കാം? കോൺ എന്ന് ചേർത്ത് കൊടുക്കാം. കോൺ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം കിട്ടി. നീലു ഓർ ബബുലു കോൺ തേ അല്ലെ? ദോസ്ത് എന്നുള്ളത് ഇവിടെ നമ്മൾ വെട്ടിയിട്ട് അവിടെ കോൺ ചോദ്യം ചേർത്തെടുത്തു. അപ്പൊ നീലു ഓർ ബബുലു കോൺ തേ, നീലും ബബുലും ആരായിരുന്നു? ഇനി രണ്ടാമത്തെ ചോദ്യം, ഏക് ദിൻ ദോനോം ഷാംകോ സ്കൂൾ സെ വാപ്പസ് ആ രഹേ थे, എവിടെ നിന്നാണ് അവർ തിരിച്ചു വന്നിരുന്നതെന്ന് ചോദിക്കാം അല്ലെ? അപ്പൊ ആരൊക്കെയാണ്? നീലു ഓർ ബബുലു, നീലും ബബുലും എവിടെ എന്നുള്ളതിന് എന്താണ്? കഹാം, കഹാം അല്ലെ? അപ്പൊ അവിടെ കഹാം എന്ന് കൊടുക്കുക. എന്നിട്ട് കഹാം സേ വാപ്പസ് ആ രഹേ थे, എവിടെ നിന്നാണ് തിരിച്ചു വന്നിരുന്നത് അല്ലെ? ഏക് ദിൻ ദോനോ ഷാംകോ, രണ്ടുപേരും വൈകുന്നേരം സ്കൂളിൽ നിന്നും, സ്കൂൾ സേ വാപ്പസ് ആ രഹേ थे, അപ്പൊ ആ സ്കൂൾ എന്നുള്ളടത്ത് നമുക്ക് എന്ത് കൊടുക്കാം? കഹാം എന്ന് ചേർത്ത് കൊടുക്കാം അല്ലെ? എവിടെ നിന്നാണ് തിരിച്ചു വരുന്നത്? അപ്പൊ രണ്ട് ചോദ്യം കിട്ടി. ഒന്നാമത്തെ ചോദ്യം നീലു ഓർ ബബുലു കോൺ थे, നീലും ബബുലും ആരായിരുന്നു? രണ്ടാമത്തെ നീലു ഓർ ബബുലു, രണ്ടാമത്തെ ചോദ്യം നീലു ഓർ ബബുലു എന്താണ്? ഈ സ്കൂൾ സെ എന്നുള്ളത് കഹാം സെ, എവിടെ നിന്നാണ്? കഹാം സെ വാപ്പസ് ആ രഹേ थे, എവിടെ നിന്നാണ് തിരിച്ചു വന്നിരുന്നത്? അപ്പൊ ചൂൻ 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 ആവാസ് സുൻകർ നീലു ഓർ ബബുലു ഇധർ ഉധർ ജാഗിനെ ലഗെ. അപ്പൊ നീലു ഓർ ബബുലു ക്യാ സുന, അവരെന്താ കേട്ടത് അല്ലെ? അവരെന്താ കണ്ടത് അല്ലെങ്കിൽ എന്താണ് കേട്ടത് എന്നൊക്കെ ചോദിക്കാം അല്ലെ? നീലു ഓർ ബബുലു ക്യാ ദേഖ, എന്താണ് കേട്ടത്? അല്ലെങ്കിൽ ഇവിടെ സുൻകർ എന്നാണ് അല്ലെ? ക്യാ സുന, എന്താണ് കേട്ടത്? നീലു ഓർ ബബുലു ക്യാ, എന്താണ്? സുന, എന്താണ് കേട്ടത്? അപ്പൊ നമ്മൾ ചോദ്യം എഴുതുമ്പോൾ ഇമ്പോർട്ടന്റ് ആയി ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം, ചോദ്യചിഹ്നം ഇടണം അല്ലെ? ഒരു ചോദ്യം നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിനെന്ത് ഇടണം? ചോദ്യചിഹ്നം ഇടണം. അപ്പൊ അടുത്ത് നോക്കാം. അടുത്തത് ദേക്കാക്കെ ചോട്ടെ പേട് പർ ഏക് ഗോൺസ്ല ഹേ അല്ലെ? അപ്പൊ അവരെന്താ കണ്ടതെന്ന് നമ്മൾ ചോദിക്കും അല്ലെ? അപ്പൊ ഈ ക്യാ ദേക്ക, എന്താണ് കണ്ടത്? മൂന്നാമത്തെ ചോദ്യം നമ്മൾ എന്താ പറഞ്ഞത്? നീലു ഓർ ബബുലു ക്യാ ദേക്ക, നീലു ഓർ ബബുലു ക്യാ ദേക്ക, എന്താണ് കണ്ടത്? പിന്നെ ഉസ്മേം ഗോൺസ്ലേമേം ക്യാ തി അല്ലെ? ഗോൺസ്ലയിൽ എന്താ ഉണ്ടായിരുന്നത് ചോദിക്കാം. ഉസ്മേം ദോ നന്നി ചിരിയാം തീ എന്നുള്ളത് ഗോൺസ്ലേമേം ക്യാ തി അല്ലെ? ഗോൺസ്ലേമേം അല്ലെങ്കിൽ ഗോൺസ്ലേമേം ക്യാ തി, എന്താണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കാം. അങ്ങനെ 4 ചോദ്യം നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാം. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചോദ്യമാണ്. ഇനി കബ വെച്ചിട്ട് എന്തുണ്ടാക്കാം? അപ്പൊ നമ്മള് കോൺ വെച്ചിട്ടുണ്ടാക്കി, ക്യാ വെച്ചിട്ടുണ്ടാക്കി, കാ വെച്ചിട്ടുണ്ടാക്കി, കഹാം. അപ്പൊ കഹാം എന്നുള്ളത് നമുക്ക് എവിടെ ഉണ്ടാക്കാൻ പറ്റിയ ചോദ്യം? കഹാം എന്നുള്ളത് അവര് സ്കൂളിൽ നിന്നും എപ്പോഴാണ് തിരിച്ചു വരുന്നത് അല്ലെ? നീലു ഓർ ബബുലു ഷാംകോ എന്നുള്ളത് കബ്, ഈ ഷാംകോ ഉത്തരമുള്ളത് നമ്മള് ചോദ്യത്തിന്റെ വാക്കാണ് ചേർത്ത് കൊടുക്കുക. കബ് സ്കൂൾ സെ വാപ്പസ് ആ രഹേ थे, എപ്പോഴാണ് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നിരുന്നത്? അപ്പൊ നമ്മളിവിടെ 4 ചോദ്യം ഉണ്ടാക്കി. ഏതൊക്കെയായിരുന്നു ചോദ്യം? ഒന്ന്, നീലു ഓർ ബബുലു കോൺ थे, നീലു ഓർ ബബുലു കോൺ എന്നുള്ളത് കോൺ അല്ലെ? നീലു ഓർ ബബുലു, ആദ്യം നമുക്ക് നീലു ഓർ ബബുലു എന്ന് കൊടുക്കാം. എന്നിട്ട് കോൺ എന്ന് കൊടുക്കാം. എന്നിട്ട് അതിൽ തന്നെയുള്ള കോൺ തേ എന്നുള്ളത് കൊടുക്കാം. കോൺ തേ, നീലു ഓർ ബബുലു കോൺ തേ. ഇനി രണ്ടാമത്തെ നീലു ഓർ ബബുലു കഹാം സെ അല്ലെ? കഹാം സെ, എവിടെ നിന്നാണ് അല്ലെ? കഹാം സെ, സ്കൂൾ സെ എന്നുള്ളത് ഇവിടെ എന്ത് ചേർത്ത് കൊടുക്കാം? കഹാം എന്നുള്ളത് ചേർത്ത് കൊടുക്കാം.
കഹാംസെ വാപ്പസ് ആ രഹേ തേ, എവിടെ നിന്നാണ് വന്നിരുന്നത്. ഇനി അവരെന്താ കണ്ടത് എന്നല്ലേ. നീലു ഓർ ബബലു ക്യാ ദേഖ, നീലു ഓർ ബബലു ക്യാ എന്നുള്ളത് നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട്. നീലു ഓർ ബബലു ക്യാ ദേഖ, എന്താണ് കണ്ടത്. ഇനി കബ് വെച്ചിട്ടാണ്. കബ് വെച്ചിട്ട് എന്തുണ്ടാക്കാം, നീലു ഓർ ബബലു കബ്, നീലു ഓർ ബബലു, നീലും ബബലും കബ്, എപ്പോഴാണ്, കബ് എപ്പോഴാണ് സ്കൂൾ സെ വാപ്പസ് ആ രഹേ തേ, സ്കൂളിൽ നിന്നും തിരിച്ചു വന്നിരുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ 4 സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ബയാനി അല്ലെങ്കിൽ കഹാനി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിന്റെ മലയാളവും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. അപ്പൊ മനസ്സിലാക്കി, അർത്ഥമൊക്കെ മനസ്സിലാക്കി ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇനി 5B നോക്കാം. സർഗമി 5B നോക്കാം. ഇവിടെ എന്താണ്, അർജുൻ ഷഹർ ജാ രഹാ താ. അർജുൻ ഷഹർ എന്ന് പറഞ്ഞാൽ എന്താണ്, പട്ടണത്തിലേക്ക് പോവാണ്. അർജുൻ ഷഹർ ജാ രഹാ താ. അർജുൻ ഷഹർ എന്ന് പറഞ്ഞാൽ പട്ടണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്നെ സടക്ക് കെ കിനാരെ, അവനെ റോഡിന്റെ സൈഡിലെ മുഖ്തലിഫ് സൈൻ ബോർഡ് ദേഖാ, അല്ലെ പലതരത്തിലുള്ള സൈൻ ബോർഡുകൾ, ട്രാഫിക് സൈൻ ബോർഡുകൾ കണ്ടു. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ട്രാഫിക് സൈൻ ബോർഡുകളുടെ പിക്ചേഴ്സും തന്നിട്ടുണ്ട്. അതിന് ഇവിടെ കുറച്ച് സെന്റൻസുകളും തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ കുറച്ച് സൈൻ ബോർഡുകൾ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, ഉണ്ടോ, പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് അതിന് കുറച്ച് സെന്റൻസുകളും തന്നിട്ടുണ്ട് അല്ലെ. അതിന് യോജിച്ച സെന്റൻസുകൾ അവിടേക്ക് എടുത്ത് എഴുതാനാണ് തന്നിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് സെന്റൻസുകൾ തന്നിട്ടുണ്ട്. ഒന്ന്, ദായേ മൂടെ. ദായേ മൂടെ എന്ന് പറഞ്ഞാൽ എന്താണ്, വലത്തോട്ട് തിരിയുക അല്ലെ. ദായേ മൂടെ എന്ന് പറഞ്ഞാൽ വലത്തോട്ട് തിരിയുക. ബായേ മൂടെ എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് തിരിയുക. സ്കൂൾ സോൺ അല്ലെ, സ്കൂളുള്ള സ്ഥലമാണ്, അതിനാണ് സ്കൂൾ സോൺ എന്ന് പറയുന്നത്. യഹാം റുക്കേം, ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക അല്ലെ. സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് യഹാം റുക്കേം, ഇവിടെ നിർത്തണം അല്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള സ്റ്റോപ്പ് എന്നുള്ള സൈൻ ബോർഡ്. അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കിയാലാണ് അത് ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഒന്നുകൂടി പറയാം. ദായേ മൂടെ എന്ന് പറഞ്ഞാൽ വലത്തോട്ട് തിരിയുക. ബായേ മൂടെ എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് തിരിയുക. സ്കൂൾ സോൺ, അതുപോലെ യഹാം റുക്കേം, ഇവിടെ നിർത്തുക എന്നുള്ള സൈൻ ബോർഡ്. അപ്പൊ നമുക്ക് ഇതിനോട് യോജിച്ചത് ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യത്തെ തന്നെ എന്താണ്, സ്റ്റോപ്പ് ആണ് അല്ലെ. സ്റ്റോപ്പ് എന്നുള്ളതാണ്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിർത്തുക അല്ലെ. അപ്പൊ അതിന്റെ യോജിച്ച വേർഡ് എന്താണ്, യഹാം റുഖേം അല്ലെ. യഹാം റുഖേം, ഇവിടെ നിർത്തൂ. അടുത്ത എന്താണ്, ബി കൊടുത്തിട്ടുള്ളത് എന്താണ്, കുട്ടികൾ കൈപിടിച്ച് പോകുന്നതാണ്. അപ്പൊ ഈ സിമ്പിളിന്റെ മീനിങ് എന്താണ്, സ്കൂളിലേക്ക് പോവാണ്, കുട്ടികൾ സ്കൂളിലേക്ക് പോവാണ് അല്ലെ. അപ്പൊ എന്താണ്, സ്കൂൾ സോൺ. രണ്ടാമത്തെ സ്കൂൾ സോൺ. ഇനി മൂന്നാമത്തെ എന്താണ്, നോക്ക്, മൂന്നാമത്തെ എന്താണ്, വലത്തോട്ട് തിരിയാളാണ് അല്ലെ. മൂന്നാമത്തെ എന്താണ്, വലത്തോട്ട് തിരിയാളാണ്. അപ്പൊ വലത്തോട്ട് തിരിയാളിന് എന്താ പറയാ, ദായേ മൂടേം അല്ലെ. ദായേം എന്ന് പറഞ്ഞാൽ വലത്തോട്ട് അല്ലെ. സി ഏതാണ്, ദായേ മൂടേം. സി ദായേ മൂടേം. ദായേ മൂടേ എന്നുള്ളതാണ് സി, വലത്തോട്ട് തിരിയാം. ഇനി ഡി എന്താണ്, ബായേ മൂടേ. ബായേ മൂടേ. ബായേ മൂടേ എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് തിരിക്കുക, ലെഫ്റ്റ് ടേൺ അല്ലെ. സി ദായേ മൂടേ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടേണും, ബായേ മൂടേ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടേണും. അപ്പോൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് യഹാം റുക്കേം, സ്കൂൾ സോൺ ഇവിടെ സൈൻ ബോർഡ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ 5B പ്രവർത്തനം അല്ലെ. സിമ്പിൾ ആണ്, മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി പ്രവർത്തനം സർഗമി 5A നോക്കാം കേട്ടോ. അഞ്ചാമത്തെ പ്രവർത്തനം 5A പ്രവർത്തനം നോക്കാം. ടീച്ചറിനെ ഏക്ക് കഹാനി സുനായി. ടീച്ചർ ഒരു കഥ കേൾപ്പിച്ചു കൊടുത്തു. എന്തായിരുന്നു സ്റ്റോറി, എന്തായിരുന്നു, താലാബ് കെ കിനാരെ. ക്യാ ഹെ താലാബ്. താലാബ് എന്ന് പറഞ്ഞാൽ കുളം. താലാബ് കെ കിനാരെ, കുളത്തിന്റെ തീരത്ത് അല്ലെങ്കിൽ കുളത്തിന്റെ സൈഡിലെ. പേട് പർ, മരത്തിൽ. ഏക്ക് ചീണ്ടി രഹത്തി, ഒരു ചീണ്ടി, ഒരു ഉറുമ്പ് താമസിച്ചിരുന്നു. ഏക് ദിൻ, ഒരു ദിവസം. അചാനക്, പെട്ടെന്ന്. ഹവാ ചലി, കാറ്റടിച്ചു. ചീണ്ടി പാനീമേ ഗിർപടി. ചീണ്ടി എന്ത് ചെയ്തു, പാനീമേ ഗിർപടി, വെള്ളത്തിലോട്ട് വീണു. റോനയിലേക്ക്, അത് കരയാൻ തുടങ്ങി. ഏക്ക് ചിരിയ, ഒരു കിളി. പേട് പർ, മരത്തിൽ. ബെയ്റ്റ് കർ, ഇരുന്നു കൊണ്ട്. ഏ ദേക്ക് രഹിതി, ഇത് കാണുന്നുണ്ടായിരുന്നു. ചിടിയ, ചിടിയാനെ ഏക്ക് പത്ത തോടുക്കർ. ചിടിയ എന്ത് ചെയ്തു, ഏക്ക് പത്ത എന്ന് പറഞ്ഞാൽ എന്താണ്, ഇല. തോടുക്കർ അല്ലെ, പൊട്ടിച്ച്. പാനീമേ, വെള്ളത്തിൽ. ഡാൽ ദിയ, വെള്ളത്തിലേക്ക് ഇട്ടു. ഓർ ചീണ്ടി കി ജാൻ ബച്ചായി അല്ലെ. അങ്ങനെ ചീണ്ടിന്റെ ജാൻ ബച്ചായി എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷിച്ചു. ഇതാണ് കഥ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കാം. ബച്ചോ കഹാനി ഹോർസെ പഠിയേ. കഥ ശ്രദ്ധിച്ച് വായിച്ച് ഒരു സവാലോ കെ ജവാബ് ലിഖിയേ. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്താണ്, പേട് പർ കോൺ രഹത്തി. മരത്തിൽ ആരാണ്, കോൺ എന്ന് പറഞ്ഞാൽ ആരാണ്, രഹത്തി താമസിച്ചിരുന്നത് അല്ലെ. ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ അതിനെന്ത് ഉത്തരം എഴുതും, നമ്മൾ നേരെ സ്റ്റോറിയിൽ പോവുക, ആ കഹാനിയിൽ പോവുക. കഹാനിയിലെ ഇതേ സെന്റൻസ് വരുന്ന ആ സ്ഥലങ്ങൾ നോക്കി എഴുതിയിട്ടാൽ മതി അല്ലെ. നേരിട്ട് ഉത്തരം അറിയുന്ന ആൾക്കാർക്ക് അങ്ങനെ എഴുതാം, അല്ലാത്തവർക്ക് ഉള്ള ഒരു ഈസി വേണേ എന്ത് ചെയ്യുക, ആ ഒരു സെന്റൻസ് തന്നെ നോക്കാം അല്ലെ. ഇവിടെ കണ്ടോ, പേട് പർ ഏക്ക് ചീണ്ടി രഹത്തി അല്ലെ. പേട് പർ ഏക്ക് ചീണ്ടി രഹത്തി, ഇതങ്ങനെ എടുത്തെഴുതിയാൽ മതി കേട്ടോ. അപ്പൊ ഈ രണ്ടാമത്തെ ചോദ്യം എന്താണ്, ചീണ്ടി
ചീണ്ടി കഹാ ഗിർ പടി അല്ലെ നമ്മുടെ ചീണ്ടി ഉറുമ്പ് കഹാം 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 എന്ന് പറഞ്ഞാൽ എന്താണ് എവിടെ എവിടേക്കാണ് ഗിർ പടി എവിടേക്കാണ് വീണത് അല്ലെ എവിടേക്കാണ് ഉറുമ്പ് വീണത് വെള്ളത്തിലേക്കാണ് എന്ന് അറിയാം അല്ലെ അപ്പോൾ നമുക്ക് അതേ സെന്റൻസ് നേരത്തെ ഒന്നാമത്തെ ആൻസർ നോക്കിയപ്പോൾ തന്നെ നോക്കാം എവിടെയുണ്ട് അല്ലെ ഇവിടെ കണ്ടോ ചീണ്ടി പാനീമേ ഗിർപടി ചീണ്ടി എവിടേക്കാണ് വീണത് വെള്ളത്തിലേക്ക് ചീണ്ടി പാനീമേ ഗിർപടി ആൻസർ അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം മൂന്നാമത്തെ ചിടിയാനെ കിളി പാനീമേ വെള്ളത്തിൽ ക്യാ എന്താണ് ഡാൽദിയ എന്താണ് ഇട്ടത് അല്ലെങ്കിൽ എന്താണ് ഇട്ട് കൊടുത്തത് എന്താണ് കിളി എന്താണ് ഇട്ട് കൊടുത്തത് 10 ഇലാണ് എന്ന് നമുക്കറിയാം അപ്പൊ അതേ സെന്റൻസ് ഇതിലുണ്ടാവും അത് നമുക്ക് നോക്കാം കണ്ടോ ചിടിയ चिड़िया चिड़िया ने एक पत्ता तोड़कर पानी में डाल दिया चिड़िया ने किളി एक पत्ता तोड़कर ഒരു ഇല പൊട്ടിച്ച് പാനി में डाल दिया അല്ലെ അപ്പൊ അതിന്റെ ആൻസർ ആയി ഇനി നാലാമത്തെ ചോദ്യം ചീണ്ടി की जान कैसे बच गई ചീണ്ടിന്റെ നമ്മുടെ ഉറുമ്പിന്റെ ജാൻ ജീവൻ कैसे എങ്ങനെ बच गई എങ്ങനെയാണ് രക്ഷപ്പെട്ടത് അല്ലെ എങ്ങനെയാണ് ഉറുമ്പ് രക്ഷപ്പെട്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഉറുമ്പിന്റെ ജീവൻ ഉറുമ്പിന്റെ ജീവൻ രക്ഷിച്ചത് അല്ലെങ്കിൽ രക്ഷപ്പെട്ടത് അപ്പോൾ ഇതിന് സെയിം ആൻസർ വരുന്നുണ്ട് സിമ്പിൾ ആയിട്ട് അങ്ങനെ എഴുതാം രണ്ട് രീതിയിൽ ഇത് എഴുതാം കേട്ടോ ഒന്ന് നമുക്ക് നേരത്തെ എഴുതിയ പോലെ ചിടിയാനെ ഏക്ക് പത്താ തൊടുക്ക കിളി ഒരു ഇല പൊട്ടിച്ച് പാനിമേ ഡാൽ ദിയ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു ഓർ ചീണ്ടിക്ക് ജാൻ ബച്ചായി അങ്ങനെ നമ്മുടെ ഉറുമ്പിന്റെ ജീവൻ രക്ഷിച്ചു അങ്ങനെ ഈ സെന്റൻസ് ഇതുപോലെ കൊണ്ട് എടുത്ത് എഴുതും ചെയ്യാം രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ചിടിയാനെ ഏക്ക് പത്താ തൊടുക്ക പാനിമേ ഡാൽ ദിയ ചിടിയ ഒരു പത്ത ഒരു ഇല പൊട്ടിച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു കൂടെ ഡാൽ ദിയ ഓർ ജോണ്ടി ഉസ്പർ ചിട അല്ലെ നമ്മള് പിന്നെ നമ്മുടെ ചീണ്ടി എന്ത് ചെയ്തു ഉസ്പർ ചെട അതിലേക്ക് കയറിയിട്ട് അപ്പനി ജാൻ ബച്ചായി തന്റെ ജീവൻ രക്ഷിച്ചു അപ്പൊ മാക്സിമം ഇതന്നെ എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ നേരിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും അപ്പോൾ ഈസി ഇതാണ് ഈ ഒരു വഴി സ്വീകരിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം സർഗർമി 5B നമുക്കൊന്ന് വായിച്ചു നോക്കാം 5B വായിച്ചു നോക്കാം അകലെ ദിൻ അടുത്ത ദിവസം ഡാക്കിയ എന്നാൽ ആരാണ് പോസ്റ്റ്മാൻ കത്തിലേക്കറായ കത്തും കൊണ്ട് വന്നു അർജുനെ ബായി ജാൻ കാ കത്ത് പഠനേ ലഗ അല്ലെ സഹോദരന്റെ കത്ത് വായിച്ചു അപ്പൊ നമുക്ക് ആ കത്തൊന്ന് വായിച്ചു നോക്കാം പാലക്കാട് എന്നാണ് കത്ത് എഴുതിയിട്ടുള്ളത് 15 ഫെബ്രുവരി അല്ലെ 15 ഫെബ്രുവരി 2026 കത്ത് എഴുതിയിട്ടുള്ളത് അപ്പൊ പ്ലേസും ഡേറ്റും മക്കാമും താരീഖും ഇവിടെ എഴുതിയിട്ടുണ്ട് എന്നിട്ട് പ്യാരെ ഭയ്യ ആദാബ് അല്ലെ പ്രിയപ്പെട്ട പിന്നെ ബ്രദർ അല്ലെങ്കിൽ അനിയ ആദാബ് അല്ലെ നമ്മള് കത്ത് എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ട കാര്യം അവിടെ എഴുതിയിട്ടുണ്ട് എന്നിട്ട് എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് തുമാര ഖത്ത് മില നിന്റെ കത്ത് കിട്ടി മേ യഹാം ടീക്കും എനിക്ക് ഇവിടെ സുഖം തന്നെയാണ് ഏ ജാൻകർ ഇതറിഞ്ഞിട്ട് ബഹുത്ത് ഖുഷും ഭയങ്കര സന്തോഷമുണ്ട് എന്തെന്നാൽ തും കലോത്സവമേ ഈ ജില്ലാ കലോത്സവത്തിൽ നസം ഖാനി കെ മുക്കാബിലേമേ നസം ഖാനി എന്ന് പറഞ്ഞാൽ എന്താണ് പദ്യപാരായണം അല്ലെ നസം ഖാനി എന്ന് പറഞ്ഞാൽ പദ്യപാരായണത്തിൽ മുക്കാബിലേമേ മത്സരത്തിൽ അവലായ നീ ഫസ്റ്റ് ആയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി മുബാറക് ബാദ് ദേതാവും കൺഗ്രാറ്റുലേഷൻസ് അല്ലെ ആശംസകൾ എന്നെ അറിയിക്കുന്നു അകലെ മഹീനെ അടുത്ത മാസം മേഘർ ആവുക ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പൊ പ്യാരെ ബായി എന്റെ പ്രിയപ്പെട്ട ബ്രദർ ആദർശ് അല്ലെ അപ്പൊ അവന്റെ ബായി ജാൻ ആദർശാണ് ഈ കത്ത് എഴുതിയിട്ടുള്ളത് അപ്പൊ എവിടുന്ന് എഴുതിയത് ലൈസൻസ് ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ പാലക്കാട് 15 ആഗസ്റ്റ് 2026 എഴുതിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്ന് നോക്കാം എന്താ ചോദിച്ചിട്ടുള്ളത് ബച്ചോ കത്ത് പഠിക്കാർ ഈ കത്ത് വായിച്ച് സവാലോക്കെ ജവാബ് ലിഖിയെ താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് അല്ലെ നമ്മുടെ മറ്റേത് കഹാനി വായിച്ചിട്ട് അതിന് ഉത്തരം എഴുതാനായിരുന്നു ഇത് ഈ കത്ത് പഠിക്കാർ സവാലോക്കെ ജവാബ് ലിഖിയെ അല്ലെ ഈ കത്ത് വായിച്ചിട്ടാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ എന്താണ് ഏ കത്ത് കോൺ ലിഖിതാ ഹേ ഈ കത്ത് കോൺ ലിഖിതാ ഹേ കോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ആരാണ് ലിഖിതാ ഹേ ആരാണ് എഴുതുന്നത് നമ്മുടെ അർജുന്റെ ഭായിജാനാണ് അല്ലെ അപ്പൊ അവിടെ പേര് കൊടുത്തിട്ടുണ്ട് ആരാണ് ആദർശ് അല്ലെ താഴെ കത്ത് എഴുതിയ ആളെ പേര് കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടോ താഴെ കത്ത് എഴുതിയ ആളെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലെ ആദർശ് അപ്പൊ ഇതങ്ങോട്ട് എഴുതിയാൽ മതി കത്ത് ആദർശ് ലിഖിതായ കോൺ എന്നുള്ളിടത്ത് ആദർശ് എന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ആദർശിന് ഒറ്റയ്ക്ക് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ ഒരു ആൻസർ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എഴുതാൻ നോക്കണം കേട്ടോ അപ്പൊ കത്ത് ഈ കോൺ എന്നുള്ളിടത്ത് ആദർശ് എന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലിഖിതാഹെ എന്ന് എഴുതുക അപ്പൊ കത്ത് ആദർശ് ലിഖിതാഹെ രണ്ടാമത്തെ ചോദ്യം ഖത്ത് കിസ്കെ നാം ലിഖിതാഹെ ഖത്ത് കിസ്കെ നാം ലിഖിതാഹെ ഖത്ത് ആരുടെ പേരിലാണ് എഴുതുന്നത് അല്ലെ അപ്പൊ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് അപ്പനെ ഭായിജാൻ കെ അല്ലെ ചോട്ടെ ഭയ്യാക്കെ നാംസെ അല്ലെങ്കിൽ ആരുടെ പേരിലാണ് എഴുതുന്നത് അർജുന് അല്ലെ അപ്പൊ ഖത്ത് അർജുൻ കെ നാം ലിഖിതാഹെ അർജുന്റെ പേരിലാണ് അല്ലെങ്കിൽ എന്ത് എഴുതാം അവിടെ അർജുൻ എഴുതിയാലും ശരിയാണ് പിന്നെന്താണ്
ബായി अपने ബായി അല്ലെ എന്റെ अपने भाई के कथा भाई के नाम से लिखता है अपने भाई के नाम से लिखता है എന്റെ അനിയനാണ് അനിയന് വേണ്ടിയിട്ടാണ് കത്ത് എഴുതുന്നത് ഇവിടെ കത്ത് കിസ്കെ എന്നുള്ളടത്ത് എന്ത് ചെയ്യുന്നത് ഭായി കെ നാം ലിഖ്താ ഹെ അല്ലെങ്കിൽ കത്ത് അർജുൻ കെ നാം ലിഖ്താ ഹെ രണ്ട് രീതിയിൽ എഴുതിയാലും മാർക്ക് കിട്ടും മൂന്നാമത്തെ ഈ കത്ത് കഹാം എവിടെ നിന്നാണ് കഹാം സെ എവിടെ നിന്നാണ് ലിഖ്താ ഹെ എവിടെ നിന്നാണ് എഴുതുന്നത് അവിടെ പ്ലേസ് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് നോക്കാം ഇവിടെ പ്ലേസ് കൊടുത്തിട്ടുണ്ട് എവിടെയാണ് പാലക്കാട് എന്നാണ് ഈ കത്ത് എഴുതുന്നത് അല്ലെ അപ്പോൾ ഈ കത്ത് പാലക്കാട് സെ ലിഖ്താ ഹെ എന്ത് എഴുതാം ഈ കത്ത് എഴുതാം കഹാം എന്നുള്ളടത്ത് പാലക്കാട് എന്ന് ചേർത്ത് കൊടുക്കുക പാലക്കാട് സെ ലിഖ്താ ഹെ ഈ കത്ത് പാലക്കാട് സെ ലിഖ്താ ഹെ ഇനി നാലാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ബച്ചോ ആജ്കൽ ഇന്ന് ഖബർ പഹുച്ചാനെ കെ ലിയെ നമുക്ക് വാർത്ത അറിയിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ആശയവിനിമയം നടത്താൻ ഓർ ക്യാ ത്വരീക്കാ ഹെ അല്ലെ എന്തെല്ലാം ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് ക്യാ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം അല്ലെ ക്യാ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ എന്ത് എന്നുള്ള അർത്ഥമാണ് എന്താണ് എന്നൊക്കെയുള്ള അർത്ഥമാണ് ക്യാ എന്ന് പറയുമ്പോൾ എന്തെല്ലാം ത്വരീക്കേ ഹെ വഴികളാണുള്ളത് ദോ നാം ലിഖിയെ രണ്ട് പേര് എഴുതാനാ പറഞ്ഞിട്ടുള്ളത് ഒന്ന് നമുക്ക് അവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമുകളിലൂടെ നമുക്ക് എന്ത് ചെയ്താം പിന്നെ മെസ്സേജസ് ഒക്കെ അറിയിക്കാൻ പറ്റും അല്ലെ പിന്നെ അതുകൂടാതെ വാട്സപ്പ് ഉണ്ട് സ്നാപ്ചാറ്റ് ഉണ്ട് പിന്നെ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയും ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിവരങ്ങൾ അറിയിക്കാൻ പറ്റും അല്ലെ അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയാസ് സമൂഹ മാധ്യമങ്ങളാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമുക്ക് കത്ത് കൂടാതെ മറ്റുള്ളവരെ വിവരങ്ങൾ അറിയിക്കാൻ പറ്റിയ മാധ്യമങ്ങൾ ഏതൊക്കെയാണ് വഴികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് അവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാം എന്നാണ് അപ്പൊ അതുപോലെ നമുക്ക് പെട്ടെന്ന് ചാറ്റ് ചെയ്യാനും ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും ഒക്കെ പറ്റിയ സംഭവങ്ങളാണ് എന്ത് വാട്സപ്പ് അല്ലെ വാട്സപ്പ് ഉണ്ട് സ്നാപ്ചാറ്റ് ഉണ്ട് അതുപോലെ ഫേസ്ബുക്ക് ഇങ്ങനെ രണ്ടെണ്ണം എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി കേട്ടോ വാട്സപ്പ് അപ്പൊ സ്പെല്ലിംഗ് ഒന്നും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന രൂപത്തിൽ എഴുതാം എന്നിട്ട് അതിന്റെ ഇംഗ്ലീഷ് അവിടെ എഴുതിയേക്കുക കേട്ടോ സ്നാപ്ചാറ്റ് എഴുതുക അതിന്റെ ഇംഗ്ലീഷ് അവിടെ എഴുതിയേക്കുക ഫേസ്ബുക്ക് എഴുതുക അതിന്റെ ഇംഗ്ലീഷ് അവിടെ എഴുതിയേക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഒക്കെ വായിക്കണം കൂടെ ഈ ഒരു വീഡിയോയും കൂടി കാണുക കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇനി ഇതുപോലുള്ള വീഡിയോസ് ഹിന്ദിന്റെയും അതുപോലെ ഉറുദുവിന്റെയും നിങ്ങളുടെ അടുത്ത വർഷത്തെ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റേഴ്സും അതുപോലെ പ്രവർത്തനങ്ങളും ഉറുദുവിന്റെയും ഹിന്ദിന്റെയും പ്രവർത്തനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമന്റും കൂടി ഇതിലൊന്ന് സെൻഡ് ചെയ്യാം ഓക്കെ താങ്ക് യു